നമ്മുടെ യൂണിവേഴ്സ് ഭയങ്കര വലുതാണെന്ന് നമുക്കറിയാം. പക്ഷേ എത്ര വലുതാണ്? നമുക്ക് നമ്മുടെ നെയ്ബർഹുഡ് എടുക്കാം, മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സിയിൽ 10,000 കോടി മുതൽ 40,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മിൽക്കി വേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗാലക്സിയാണ്. റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് 2 ട്രില്യൺ ഗാലക്സീസ് ഉണ്ടെന്നാണ്, അതായത് 2000 ബില്യൺ ഗാലക്സീസ് ഉണ്ടെന്നാണ്. ഇതിന് മുമ്പത്തെ സ്റ്റഡീസ് പറയുന്നത് 200 മുതൽ 400 ബില്യൺ ഗാലക്സീസ് ഉണ്ടായിരുന്നതാണ്. നമ്മൾ കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ട് കൺസർവേറ്റീവ് ആയിട്ട് ഇതിനകത്ത് കുറഞ്ഞ നമ്പർ എടുക്കുന്നത്. അതായത് 200 മില്യൺ ഗാലക്സീസിൽ 100 ബില്യൺ സ്റ്റാർസ് വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് 2 × 10⁻22 ആണ്. അതായത് 2 കഴിഞ്ഞിട്ട് 22 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന അത്രയും വലിയ നമ്പർ. ഈ നമ്പർ കുറച്ചും കൂടെ റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഭൂമിയിലുള്ള മണൽത്തരികളുടെ എണ്ണം എന്ന് പറയുന്നത് 7 × 10⁻18 ആണെന്നാണ് വോള്യൂമെട്രിക് എസ്റ്റിമേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊരു ഏകദേശ കണക്കാണ്. ഇത് കുറച്ചും കൂടെ കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 2 × 10⁻18 ആണെന്ന് കുറച്ച് കാണുന്നു. ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ ഓരോ മണൽത്തരിക്കും 10,000 സ്റ്റാർസ് വെച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിൻ്റെ കാര്യത്തിൽ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് അസ്യൂം ചെയ്യുന്നു ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാർസിൽ ജസ്റ്റ് 0.1% മാത്രമാണ് ഒരു സ്റ്റാർ സിസ്റ്റത്തിന് ചുറ്റും പ്ലാനറ്റ്സ് ഓർബിറ്റ് ചെയ്യുന്നതെന്ന്. ഇനി ആ പ്ലാനറ്റ്സിൽ തന്നെ 0.1% മാത്രമാണ് ഈ സ്റ്റാറിനൊരു സ്പെസിഫിക് ഡിസ്റ്റൻസിലുള്ളത്. അതായത് 2 ഹോട്ട് അല്ല 2 കോൾഡ് അല്ല, ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലുള്ളത്. ഇനി അത്തരം പ്ലാനറ്റ്സിൽ തന്നെ 0.1% മാത്രമാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാനറ്റ് എണ്ണം എന്ന് പറയുന്നത് 20 ലക്ഷം കോടിയുടെ മേലെയാണ്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1350 കോടി വർഷമാണ്. നമ്മുടെ എർത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 450 കോടി വർഷമാണ്. നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നത് നമ്മൾ എർത്ത് കടന്നുപോയ ആ ഒരു എവല്യൂഷൻ പ്രോസസ്സ് മറ്റൊരു പ്ലാനറ്റിൽ ഒരു 1 കോടി വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. യൂണിവേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ 1 കോടി വർഷം എന്ന് പറയുന്നത് 1350 കോടി വർഷത്തിൽ വളരെ ചെറിയൊരു കാലയളവാണ്. പക്ഷേ എവല്യൂഷൻ്റെ പെർസ്പെക്റ്റീവിൽ 1 കോടി വർഷം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനുള്ള വലിയൊരു സമയമാണ്. അപ്പോൾ 1 കോടി വർഷം മുന്നേ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തൊരു പ്ലാനറ്റിലെ സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മൾ 1 കോടി വർഷം കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഉണ്ടാവുന്നത് ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലിറ്ററൽ ഗോഡ്സ് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അതായത് ഇവരുടെ സ്പേസ് ട്രാവലിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഗാലക്സീസ് മുഴുവൻ കോളനൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും നമുക്ക് ഇവരുടെ ഒരു എക്സിസ്റ്റൻസ് ഉള്ള പ്രൂഫ് ഇതുവരെ കിട്ടിയിട്ടില്ല. 1950 ഇറ്റാലിയൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള എൻട്രിക്കോ ഫെർമിയും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും കൂടെ ലഞ്ച് കഴിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ അന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടൊരു ഏലിയൻസിൻ്റെ കാർട്ടൂൺസിനെ വേണ്ടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ചൊരു ആലോചിച്ചും ഫെർമി ഒന്ന് പോസ് ചെയ്തിട്ടൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ ഇന്നത്തെ കാലത്തും നമ്മുടെ ആസ്ട്രോഫിസിക്സിനെയും നമ്മുടെ ആസ്ട്രോബയോളജിനെയും ഒക്കെ ഫ്യൂൽ ചെയ്യുന്നൊരു ചോദ്യം, വേർ ഈസ് എവറിബഡി? നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇത്ര വലുതാണെങ്കിൽ, പെർഫെക്റ്റ്ലി സ്യൂട്ടഡ് ഫോർ ലൈഫ് ആണെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മുടെ രാത്രികൾ ഇത്ര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കൊരു മറ്റൊരു സ്പീഷീസിനെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനെ കാണാൻ പറ്റാത്തത്? വേർ ഈസ് എവറിബഡി? ഈ ഒരു ചോദ്യമാണ് ഫെർമി പാരഡോക്സ്. നമ്മുടെ ഈ എർത്തിൻ്റെ എവല്യൂഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡെഡ് കെമിക്കൽസ് കമ്പൈൻ ചെയ്തിട്ട് റീപ്രൊഡക്റ്റീവ് മോളിക്യൂൾസ് ലൈക്ക് RNA DNA ഉണ്ടായിട്ടുണ്ട്. സിമ്പിൾ ലൈഫ് ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് കോംപ്ലക്സ് ലൈഫ്സ് ഉണ്ടായിട്ടുണ്ട്, മൾട്ടി സെല്ലുലാർ ലൈഫ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇവൻറ്റ്സ് ഒക്കെ ഓരോ ഫിൽറ്റേഴ്സ് ആണെന്നും ഒരുപാട് ഫിൽറ്റേഴ്സ് നമ്മുടെ കടന്നുപോയെന്നും ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് നമ്മുടെ കടന്നു പോകാനുണ്ടെന്നാണ് ഗ്രേറ്റ് ഫിൽറ്റർ തിയറി പറയുന്നത്. അതായത് ഗ്രേറ്റ് ഫിൽറ്റർ തിയറി പ്രകാരം ഈ ഫിൽറ്റേഴ്സിൽ ഒരെണ്ണം നമുക്ക് ഇമ്പോസിബിൾ ടു ഓവർകം ആയിരിക്കും. ആ ഒരു ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന എല്ലാത്തിനെയും ആ ഒരു ഫിൽറ്റർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചോദ്യം വരുന്നത്. നമ്മുടെ ടൈം ലൈനിൽ എവിടെയാണ് ഈ ഗ്രേറ്റ് ഫിൽറ്റർ ഉള്ളത്? ഇതിന് 2 സെനാരിയോസ് ആണുള്ളത്. ആദ്യത്തേത്, നമ്മൾ ഓൾറെഡി ആ ഫിൽറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആദ്യത്തെ സിമ്പിൾ ലൈഫ് ഉണ്ടായത്, അല്ലെങ്കിൽ കോംപ്ലക്സ് ലൈഫ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് സോളാർ സിസ്റ്റം ഉണ്ടായി വന്നത്, നമ്മുടെ എർത്തിന് നേരെ വരുന്ന എല്ലാ സാധനങ്ങളെയും ഒരു വാക്യൂം ക്ലീനർ പോലെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ജൂപ്പിറ്റർ പോലൊരു പ്ലാനറ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു മൂൺ ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഒരു 1 in trillion പോസിബിലിറ്റി. നമ്മളതിനെ ഓൾറെഡി ഓവർകം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് അൾട്ടിമേറ്റ് മിറാക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ മാത്രമേ ഇവിടെ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത്, വാട്ട് ഇഫ് ലൈഫ് ഇസ് വെരി കോമൺ? യൂണിവേഴ്സ് നാച്ചുറലി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത പോലെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മിറാക്കിൾ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാർസിലൊരു ലൈഫ് കണ്ടുപിടിക്കുന്നോ, അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ഒരു മൂണിലൊരു ഫോസിൽ കണ്ടുപിടിക്കുന്നോ ഒക്കെ കുറച്ച് ടെറിഫയിങ് ആണ്. അതായത് ലൈഫ് എന്ന് പറയുന്ന എത്ര കോമൺ ആണോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലാണെന്നാണ്. നമ്മൾ മാർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുവഴി കടന്നുപോയ എല്ലാ സ്പീഷീസിനെയും എലിമിനേറ്റ് ചെയ്ത, ബില്യൺസ് ഓഫ് സിവിലൈസേഷനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ടെക്നോളജിക്കൽ ട്രാപ്പിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിതിനൊരു റോങ് വേയിലാണെങ്കിലോ നോക്കുന്നത്. നമ്മൾ മറ്റ് സ്പീഷീസിനെ കാണാത്തത്
ലൈഫ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ സ്പീഷീസ് നമ്മുടെ മുന്നിൽ വരാത്തത് കൊണ്ടാണെങ്കിലോ? ഇതിന് 2 തിയറീസ് ആണുള്ളത്. ആദ്യത്തെയാണ് സൂ ഹൈപ്പോത്തസിസ്. അതായത് നമ്മൾ ആമസോൺ ഫോറസ്റ്റിൽ താമസിക്കുന്ന കുറച്ച് ട്രൈബ്സിനെ ഒബ്സർവ് ചെയ്യുന്നത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ടോ അവരോട് സംസാരിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ ഹിഡൻ ക്യാമറാസ് വെച്ചിട്ടും സാറ്റലൈറ്റ് വെച്ചിട്ടൊക്കെയാണ് അവരെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം നമ്മളെക്കാരും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ചിലപ്പോൾ നമ്മളെ ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു ആ പ്രിമിറ്റീവായിട്ടുള്ളൊരു ട്രൈബ് പോലെ കണ്ടിട്ട് നമ്മളുടെ ഒരു മോറൽ മെച്യൂരിറ്റി എത്തുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളെ അവരോട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു പാകം എത്തിയെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ കാത്തിരിക്കുന്നതായിരിക്കാം. നമ്മൾ ന്യൂക്ലിയർ വാർസിലൂടെയും ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന ആക്ടിവിറ്റീസിലൂടെയും നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഹാബിറ്റാറ്റ് നശിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. സൂ ഹൈപ്പോത്തസിസ് കുറച്ച് പീസ്ഫുൾ ആണെങ്കിൽ അടുത്ത ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കുറച്ച് ടെറിഫയിങ് ആണ്. ഈ തിയറി റിലേ ചെയ്യുന്ന 2 സിമ്പിൾ റൂൾസ് ആണ്. ആദ്യത്തേന്ന് പറയുന്നത് ഏതൊരു സിവിലൈസേഷൻ്റെയും ആബ്സല്യൂട്ട് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സർവൈവലാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് എല്ലാ സിവിലൈസേഷനും കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിലെ മാറ്റർ അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ഇമാജിൻ ചെയ്യുക, നാളെ എർത്തിലേക്കൊരു ഏലിയൻ ഷിപ്പ് വരുന്നു. അവർ പറയാണ് അവർ വളരെ പീസ്ഫുൾ ആണെന്ന്. പക്ഷെ അവർ പറയുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുന്ന നമുക്ക് വഴികളൊന്നുമില്ല. ഇനി അവർ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ പീസ്ഫുൾ ആണെങ്കിൽ പോലും അവരുടെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ഡിസെൻഡൻസ് അങ്ങനെ പീസ്ഫുൾ ആയിരിക്കണമെന്നും ഉറപ്പില്ല. അപ്പോൾ ഇവിടെ ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ മുമ്പിൽ വരുന്ന മറ്റൊരു സ്പീഷീസിനെ, മറ്റൊരു സിവിലൈസേഷനെ നമ്മളൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അസ്യൂം ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓരോ സിവിലൈസേഷനും ഓരോ സ്പീഷീസും ആംഡ് ആയിട്ടുള്ള ഓരോ ഹണ്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓരോ സിവിലൈസേഷനും മറ്റൊരു സിവിലൈസേഷനെ കാണുന്ന സമയത്ത് ഏറ്റവും ലോജിക്കലായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻസ് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്, നോയ്സ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഡാർക്ക് ഫോറസ്റ്റ് തിയറി പറയുന്നത് നമ്മൾ മറ്റ് ലൈഫിനെ കാണാത്തത് ലൈഫ് ഇല്ലാത്തത് കൊണ്ടല്ല, ഈ ലൈഫ്, ഈ സിവിലൈസേഷൻ, ഈ സ്പീഷീസ് എല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒളിഞ്ഞിരിക്കുന്ന കാരണമാണെന്നാണ്. 1974 നമ്മൾ ഔട്ടർ സ്പേസിലേക്ക് ബൈനറി കോഡ്സ് വെച്ചിട്ടൊരു മെസ്സേജ് അയക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന RCPO മെസ്സേജ് എന്നാണ്. ഇതിനകത്ത് നമ്മുടെ DNA, നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, നമ്മുടെ ഒരു ഹ്യൂമനെ കണ്ട എങ്ങനെയിരിക്കും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഫോറസ്റ്റ് തിയറി ശരിയാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളെ സ്പേസ് എൻഡവേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു അറ്റാക്ക് ചെയ്യാൻ കാത്തിരിക്കുന്ന ഹണ്ടേഴ്സ് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാട്ടിലേക്ക്, ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഒരു വെളിച്ചം പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ആയിരിക്കും. നമ്മളോട് സയൻസ് എപ്പോഴും പറയുന്നത് നമ്മൾ ഭയങ്കര ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് മിറാക്കിളും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈഫിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ഒരു കോസ്മിക് ഡ്യൂട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയർ വാർസും ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന ആക്ടിവിറ്റീസും അങ്ങനെ ഫുളിഷ് ആയിട്ടുള്ള മറ്റ് പല ആക്ടിവിറ്റീസും ചെയ്തിട്ട് ചിലപ്പോൾ ഈ യൂണിവേഴ്സിൽ ആകെ ലൈഫിനുള്ളൊരു സാധ്യതേനെയായിരിക്കും വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത്.